കാഞ്ഞിരപ്പുഴ ഡാം നിർമ്മാണഘട്ടവും ഉദ്യാനത്തിന്റെ ഉത്ഭവവും. കേരളത്തിൽ പാലക്കാട് ജില്ലയിൽ മണ്ണാർക്കാട് താലൂക്കിൽ കാഞ്ഞിരപ്പുഴ, തച്ചമ്പാറ ഗ്രാമപഞ്ചായത്തുകളിലായി സ്ഥിതി ചെയ്യുന്ന കാഞ്ഞിരപ്പുഴ ഡാമിന്റെ നിർമ്മാണം ആരംഭിക്കുന്നതിന് മുൻപ് ഇന്ന് കാണുന്ന ഡാമിനുള്ളിൽ പുളിക്കൽ എന്നു പേരുള്ള ഒരു ഗ്രാമം ഉണ്ടായിരുന്നു. ഗ്രാമത്തിന്റെ കിഴക്കൻ പ്രദേശങ്ങളായ പാലക്കയം, ഇരുമ്പകച്ചോല പ്രദേശങ്ങളിൽ അവിടെ നിന്നും ഒഴുകിയെത്തുന്ന പുഴകൾ കൂടിച്ചേരുന്ന സ്ഥലത്തിന് കൂട്ടക്കയം എന്നാണ് പേരുണ്ടായിരുന്നത്. ഡാമിന്റെ കാച്ച്മെന്റ് ഏരിയയ്ക്കുള്ളിൽ 90% നെൽകൃഷി ചെയ്തു വന്നിരുന്ന സ്ഥലങ്ങളായിരുന്നു. പുളിക്കൽ, പട്ടുമണ്ണ്, ബംഗ്ലാവ് കുന്ന്, പായപ്പുല്ല് എന്നീ ഭാഗങ്ങളിലായി 100-ൽ-പരം കുടുംബങ്ങൾ ഉണ്ടായിരുന്നു. ഈ കുടുംബങ്ങൾ മുഴുവനായും നെൽകൃഷിയെ ആശ്രയിച്ചാണ് പുളിക്കൽ ഗ്രാമപഞ്ചായത്തിൽ ജീവിതം കഴിച്ചുകൂട്ടിയത്. ഇന്ന് കാഞ്ഞിരപ്പുഴയിൽ കാണുന്ന പുളിക്കൽ സ്കൂളും അമ്പലവും ഈ പ്രദേശത്ത് നിന്ന് മാറ്റി സ്ഥാപിക്കപ്പെട്ടതാണ്. 1961-ൽ കൂട്ടക്കയത്തിന് താഴെ പുഴയ്ക്ക് കുറുകെ ഒരു ഡാം നിർമ്മിക്കുന്നതിനുള്ള സാധ്യത പഠനം ആരംഭിച്ചു. 1963-ൽ സർവേ നടപടികൾക്ക് തുടക്കം കുറിച്ചു. അതിനെ തുടർന്ന് സർക്കാർ സ്ഥലം ഏറ്റെടുക്കുകയും പുളിക്കൽ നിവാസികൾ സർക്കാർ നിശ്ചയിച്ചു നൽകിയ തുക സ്വീകരിച്ച് പുളിക്കൽ ഗ്രാമത്തിൽ നിന്നും ഒഴിഞ്ഞു പോവുകയുമാണ് ഉണ്ടായത്. ഒഴിപ്പിക്കപ്പെട്ട പല കുടുംബങ്ങളും ഇന്നത്തെ പിച്ചളമുണ്ട, വർമ്മങ്കോട്, കാഞ്ഞിരം എന്നിവിടങ്ങളിലും മറ്റുമായി മാറി മാറി താമസിക്കുകയുണ്ടായി. കാർഷിക ആവശ്യം ലക്ഷ്യമിട്ടായിരുന്നു ഡാം നിർമ്മിച്ചത്. മണ്ണാർക്കാട്, ഒറ്റപ്പാലം, പാലക്കാട് താലൂക്കുകളിലുള്ള കൃഷിഭൂമികളിലേക്ക് വെള്ളം എത്തിക്കുന്നതിനായി 61 കിലോമീറ്റർ നീളത്തിൽ ഇടതുകര കനാലും 9 കിലോമീറ്റർ നീളത്തിൽ വലതുകര കനാലും 40 ഉപകനാലുകളും കാഞ്ഞിരപ്പുഴ ഡാമിന് നിലവിലുണ്ട്. ഡാമിന്റെ സംഭരണശേഷി 70.83 mm³ ആണ്. 2128 മീറ്റർ നീളമുള്ളതിൽ കൂടുതൽ ഭാഗവും മണ്ണ് കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഡാമിന്റെ ഉയരം 30.78 മീറ്റർ ആണ്. 9713 ഹെക്ടർ സ്ഥലത്ത് ജലസേചനം സാധ്യമാക്കുക എന്നതായിരുന്നു ഡാം നിർമ്മാണത്തിലെ പ്രാഥമിക ലക്ഷ്യം. ഡാമിൽ നിന്നും പുഴയിലൂടെ ഒഴുകുന്ന ജലം കരിമ്പുഴയിലെത്തി പിന്നീട് തൂതപ്പുഴയിലൂടെ ഭാരതപ്പുഴയിൽ എത്തിച്ചേരുന്നു. ഭാരതപ്പുഴയുടെ പോഷക നദിയായും കാഞ്ഞിരപ്പുഴയെ വിശേഷിപ്പിക്കാം. 1980-ൽ അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ബഹുമാനപ്പെട്ട EK നായനാർ അവർകളാണ് കാഞ്ഞിരപ്പുഴ ഡാം ഭാഗികമായി കമ്മീഷൻ ചെയ്തത്. ഏകദേശം 2000-ൽ ശ്രീ ജോസ് ബേബി അവർകളാണ് കാഞ്ഞിരപ്പുഴ ഉദ്യാനം എന്ന ആശയം പ്രയോഗത്തിലാക്കി ഉദ്യാനത്തിന് രൂപം നൽകിയത്.